നമസ്കാരം. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ സംസ്ഥാനത്ത് തുടരുന്ന വിദ്വേഷ പ്രചരണങ്ങൾ, വിവാദങ്ങൾ. അതിനിടെയാണ് ഇടുക്കി രൂപത പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിലാണ് രൂപതയിലെ പള്ളികളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിത്രം പ്രദർശിപ്പിച്ചത്. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രദർശനം. 10, 11, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ഇത്തവണത്തെ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം തന്നെ പ്രണയമായിരുന്നു. കുട്ടികളിലും യുവതീ-യുവാക്കളിലും പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നുവെന്നാണ് ഇടുക്കി രൂപത പറയുന്നത്. ക്ലാസ്സിൽ ഒരു വിഷയം പ്രണയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് നിലനിൽക്കുന്നു. അതിൽ വർഗീയത കലർത്തുന്നു. അതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നും രൂപത പറയുന്നു. നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് മുന്നിൽ ഒരിക്കലും ഒരു വർഗീയ ആശയത്തെക്കുറിച്ച് പറയാൻ ഒരു തരത്തിലും പരിശ്രമിച്ചിട്ടില്ല. പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും ദി കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴും ഒരു തരത്തിലുമുള്ള വർഗീയ പരാമർശങ്ങളും നടത്തിയിട്ടില്ല എന്നുമാണ് അതിരൂപതയുടെ വിശദീകരണം. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നിരുന്നു. കേരളത്തെ ഇകഴ്ത്തിക്കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണം എന്നായിരുന്നു മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടത്. കേരള സ്റ്റോറിയുടെ പ്രദർശനം കേരളത്തിൽ വലിയ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇടുക്കി അതിരൂപത ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനോട് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മുടെ സമൂഹം. അതിരൂപത ഉറപ്പിച്ചു പറയുന്നത് പോലെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഇവിടെ ഉണ്ടോ? സംസ്ഥാനത്ത് ലവ് ജിഹാദ് ഇല്ല എന്ന് ആണയിട്ട് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇടുക്കി അതിരൂപതയെ തള്ളുമോ? പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ പ്രതികരണത്തിന് തലം മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കൃത്യമായ വ്യക്തമായ ഒരു പ്രതികരണം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമേയില്ല.